നമുക്കിന്നൊരു നേന്ത്രപ്പഴം ഒരു മുട്ടയും വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മുട്ട ഒരു പാത്രത്തിൽ കണ്ട് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാൻ വെള്ളമല്ല കേട്ടോ, നമ്മൾ പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ പാക്കറ്റ് പാലുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം കട്ടിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും പാല് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക. വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, പാൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കണേ. അങ്ങനെ നമ്മളിതേ മൈദ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് അതിനാണ്ട് ലൂസാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ ഇളകുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ കട്ടയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിക്കണതിനെക്കാട്ടും പിന്നെ നമ്മളിത് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ വേഗം തന്നെ നമുക്ക് കട്ടയൊക്കെ അലിഞ്ഞ് കിട്ടും. അങ്ങനെ അതവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് നെയ്യ് ഒഴിച്ചിട്ട് പഴം ഓരോ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ കീറിയതാണ്. അപ്പോൾ അത് നീളക്കനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 5 പീസ് അതിലെന്നാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് ആയതിൻ്റെ ശേഷം അത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് അങ്ങോട്ട് വേവിച്ചിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പം ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ തന്നെയാണ് കേട്ടോ വീണ്ടും ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഈ പാനിൽ തന്നെ. അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയും മൈദയുടെയും മിക്സ് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചതിന് ശേഷം പിന്നെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിനെ ഇങ്ങനെ നീളക്കനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം ഒരു മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 3 പിടിയോളം എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് മേലാകെ ഇട്ട് കൊടുക്കുക. അങ്ങനെ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കുക. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങനെ റോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.